ബസ്സിൽ ഇവിടുത്തൊക്കെ മാറ്റി ഒന്ന് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യണ്ടേ? വേണം, തീർച്ചയായിട്ടും. ഷിഫിൻ പറയും. അമേരിക്കയിലെ കാര്യം പറഞ്ഞു. പക്ഷെ നമ്മളെല്ലാവരും എല്ലാ ദിവസവും നമ്മൾ അമ്മയെ ചേർത്ത് പിടിക്കുന്നു, സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. നമുക്ക് എല്ലാ ദിവസവും മദേഴ്സ് തന്നെയാണല്ലേ? തലയാട്ടിന് കുറച്ച് സ്പീഡൊക്കെ കുറച്ച് സമയം മുന്നോട്ടേക്ക് പോവാം. സൂരജ് പറയാൻ വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ എന്താ പറയുന്നത് എപ്പോഴും ഇവരോടൊരു സാരം സംസാരിക്കുന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം അതായത് ഇന്ന് വൈകുന്നേരം ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ്. രതീഷ് പെട്ടെന്ന് പറഞ്ഞു ഇങ്ങനെ പരിപാടിയിൽ നിന്ന് വൈകുന്നേരം പങ്കെടുക്കണം. അപ്പൊ ഞാൻ സേവനം ചെയ്തിട്ടായിരുന്നില്ല. ഞാൻ അതൊരു റീസൺ ആയിക്കൊണ്ട് ലേറ്റ് ആയിട്ടായിരുന്നു റേഡിയോയിൽ വന്നത്. അപ്പൊ ഞാൻ വന്ന് കയറുമ്പോ അല്ല ഇന്ന് അതുകൊണ്ടായിരുന്നു റീസൺ. അപ്പൊ അങ്ങനെ ചെയ്തോ നിങ്ങളെ കാണാൻ ഷാൻറഹ്മാനെ പോലെ കേട്ടോ. ഞാൻ ഇന്നിട്ട് തുടങ്ങിയ നോക്കണം. ഇതാരാണെന്ന് ഇത് ആദ്യം കേൾക്കുമ്പോൾ മനസ്സിലാവും. ബാക്കിയുള്ളവരുടെ ആ രീതി എന്താണെന്ന് മനസ്സിലാവും കേട്ടോ. സംഭവം എന്ന് പറയുന്നത് ഒരു 3.5 വയസ്സ് പ്രായമാണ്. ഈ 3.5 വയസ്സ് സമയത്ത് ഞാൻ പറയുന്നതിന്റെ ചിരിക്കരുത് അമ്മമാർ. എന്നാൽ മാത്രമായിട്ട് മക്കൾക്ക് മനസ്സിലാവുക. ഒരു 3.5 വയസ്സുള്ള സമയത്ത് മാമന്റെ ബൈക്കിന്റെ മുകളിൽ കയറി ഇരിക്കുകയാണ്. എത്ര പറഞ്ഞിട്ട് ഇറങ്ങുന്നില്ല. അവസാനം കാല് ബൈക്കിൽ കുടുങ്ങി. വീട്ടുകാർക്ക് മാക്സിമം നോക്കി എടുക്കാൻ പറ്റുന്നില്ല. അവസാനം വർക്ക്ഷോപ്പിൽ നിന്ന് ആള് വന്നിട്ട് ആ ബൈക്കിന് കുറെ പാർട്സ് ഒക്കെ ഇളക്കി മാറ്റി കഴിഞ്ഞിട്ടാണ് ആ കുട്ടിയുടെ കാല് പുറത്തെടുക്കുന്നത്. അന്ന് 3.5 വയസ്സാണോ. പക്ഷെ ആള് കരഞ്ഞില്ല. അത് ബൈക്കിൽ കാല് കുടുങ്ങിയിട്ടും ഈ വർക്ക്ഷോപ്പിൽ ആൾക്കാർ വന്നിട്ടൊന്നും ആ കുട്ടി കരഞ്ഞിട്ടില്ല. പക്ഷെ ആ കുട്ടി കരഞ്ഞത് എപ്പോഴെന്നറിയോ? കുറച്ചുകൂടി കഴിഞ്ഞ് വലുതായി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മുടി മുറിക്കണമെന്ന് പറഞ്ഞു. ടീച്ചേഴ്സൊക്കെ പറഞ്ഞ് മുടി മുറിക്കണം, ഇവിടെ അങ്ങനെയാണ് ഇവിടുത്തെ നിയമം എന്ന് പറഞ്ഞു. അങ്ങനെ മുടി മുറിക്കാൻ പറഞ്ഞപ്പോ ഫുൾ കരച്ചിലായി. അന്ന് മുടി മുറിക്കാൻ കരഞ്ഞയാളും ആ 3.5 വയസ്സിൽ ബൈക്കിന്റെ മുകളിൽ കയറിയിരുന്ന ആരാ? അമ്മയുമായിട്ട് പറയോ? നല്ല കയറി കൊടുക്കോ. അങ്ങനെ റേഡിയോ 98.6 അമ്മയോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത് ഓമനയമ്മയും അമ്മയുടെ പ്രിയപ്പെട്ട സ്വപ്നയുമാണ്. ഓമന ആൻഡ് സ്വപ്ന. രസമുള്ള ആ പേരിൽ തന്നെ ഒരു അല്ലെ ചേർച്ചയുണ്ട്. ആ ഒരു ചെറിയ കഥയൊക്കെ കേൾക്കാമല്ലോ. കേൾക്കാതോ എന്താ സംഭവിച്ചതെന്ന് ഈ ഗിഫ്റ്റ് കിട്ടിയിട്ട് കേൾക്കാട്ടോ. അപ്പൊ എന്തായാലും ആദ്യമേ റേഡിയോ 98.6 അമ്മയോടൊപ്പം പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. സ്റ്റോറീസ് റെസ്റ്റോറന്റ് അമ്മയോടൊപ്പം ഓമന സ്വപ്ന. താങ്ക് യു സോ മച്ച്. ആ ഒരു സത്യമാണോ ഞാൻ പറഞ്ഞത്? സത്യമാണോ? എനിക്ക് തീർന്നില്ലേ? പെട്ടെന്ന് നോക്കാം. അഡ്ജസ്റ്റ്മെന്റ് ആണോ? അഡ്ജസ്റ്റ്മെന്റ് ആണോ? കറക്റ്റ് ചെയ്ത് വെച്ചേക്കുക. കണ്ടു വീട് ആ കൈ കൊടുക്കണം.